അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മൂന്നാർ വട്ടവടയിൽ വന്നിട്ട് അവിടുത്തെ കൃഷി കാഴ്ചകളൊക്കെ കണ്ട് കുറെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. എല്ലാ വീട്ടിലും കൃഷിയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കുറച്ചു നേരമെങ്കിലും ആ ഗ്രാമത്തെ നമുക്ക് തൊട്ടറിയാനും കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നു. ഇനിയും ഒരിക്കൽ വീണ്ടും വരാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇത് നമ്മുടെ വട്ടവടയിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കിയേ, നമ്മൾ സ്വപ്നത്തിലൊക്കെ കണ്ട പോലുള്ള ഒരു സ്ഥലം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോട ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ കോട ഇറങ്ങും. അപ്പൊ പിന്നെ കൂരിരുട്ടായിരിക്കും കേട്ടോ. അപ്പൊ മഴയില്ലാത്ത സമയത്തൊക്കെ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് മൊത്തം റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു. നമ്മുടെ വട്ടവട ഗ്രാമത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഹോം സ്റ്റേയും പിന്നെ ഇത് നമ്മൾ ചെളി മഡ് ഹൗസ് ഉണ്ട്, കൂടാതെ ടെന്റ് ഉണ്ട്, കൂടാതെ ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ടുകളുണ്ട്. അങ്ങനെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്താണ് റൂം എടുത്തത്. എക്കോ പോയിന്റ് നിൽക്കുവാണ്. ഇവിടെ ഡാം കാഴ്ച കാണാൻ ഒരുപാട് ആൾക്കാരാണ് വന്നേക്കുന്നത്. അന്യായ തിരക്കാണ് കേട്ടോ, മൊത്തം ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ചോളം ഇത് കണ്ടോ, കെട്ടിത്തൂക്കിയിട്ടേക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ചുട്ടതും കിട്ടും, പുഴുങ്ങിയതും കിട്ടും. 60 രൂപ കേട്ടോ. ഇത് മേടിച്ചിട്ട് നല്ല ടേസ്റ്റ്. ആദ്യം കിട്ടുന്ന പോലെ അല്ല. ഇത് കാണിച്ചു കൊടുക്കുന്നത് ഇടാൻ പോവാണ്. പാത്രത്തിൽ ഇങ്ങനെ പുഴുങ്ങി വെച്ചേക്കുന്നത് ചുടുന്നതല്ലോ, വെറൈറ്റിയാണ്. അങ്ങനെ ചോളം ചുടുന്ന നേരത്തിന് ഞാൻ ഇവിടേക്ക് ഒന്ന് നോക്കി കാണുമായിരുന്നു. ഇതാണ് നമ്മുടെ മൂന്നാർ എക്കോ പോയിന്റ്. ഇപ്പോഴും ആ വട്ടവടയിലെ ആ ഗ്രാമഭംഗിയും ആ കാഴ്ചകളും ഒന്നും മനസ്സിൽ നിന്ന് മാറുന്നില്ല. അത്രയ്ക്ക് എന്തോ ഒരു ഫീലാണ് അവിടുന്ന് കിട്ടിയ കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ കാഴ്ചകള്. അതിനുശേഷം ഞങ്ങൾ വണ്ടി നിർത്തിയത് എക്കോ പോയിന്റിലാണ്. അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് വണ്ടി ബ്ലോക്കും തിരക്കുമായിരുന്നു. എന്താളായിരുന്നെന്നറിയാവോ. ഭാഗ്യത്തിന് തിരിച്ചു വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചോളമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ നിറയെ കടകളുണ്ട് കണ്ടാ. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ പോകാൻ പറ്റും. ഭയങ്കര തിരക്കാണ് അങ്ങോട്ട് പോകും തോറും കേട്ടോ. ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തൊക്കെ ഡാം കാണാൻ വന്നിപ്പോണ്ട്. ഞങ്ങളിപ്പം ആളൊഴിഞ്ഞ ഭാഗത്താണ്. പക്ഷെ നമ്മൾ പോയപ്പോ ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്തായാലും തിരിച്ചു വന്നപ്പോഴെങ്കിലും ഇവിടെ ഇറങ്ങാനും ഇതൊക്കെ കാണാനും പറ്റിയല്ലോ. നല്ലൊരു ഗെയിമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഹാപ്പിയാകുന്ന ഒരു ഗെയിമാണ് കേട്ടോ. കുറച്ചു നേരത്തേക്കെങ്കിലും ഇങ്ങനെയുള്ള ഗെയിമിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നത് മനസ്സിനൊരു സന്തോഷം തരുന്ന കാഴ്ചയാണ്. എന്താണേലും ഇത് കണ്ടു നിൽക്കാൻ കൊള്ളാം. ഞാൻ ഇതിലൊന്നും കയറിയൊന്നുമില്ല കേട്ടോ. മുന്നുള്ളവർക്കൊക്കെ ഈ ബലൂനെ തകർത്ത് വരാൻ പറ്റും. ഇത് തകർത്ത് വാരിയില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതിനുശേഷം ഞങ്ങള് നല്ല രീതിയിൽ ഡാം കാണാൻ വേണ്ടി ഇങ്ങോട്ട് മാറി നിൽക്കുവാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ശരിക്ക് ഡാം കാണാൻ പറ്റും. നേരത്തെ ഇന്ന ഭാഗത്ത് കുറെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. എന്ത് രസമാണെന്നറിയാമോ ഈ ഡാം കാണാൻ. ഓഹോ എന്റെ പൊന്നോ, ഇവിടെ മൊത്തം യൂക്കാലിത്തോട്ടങ്ങളാണ് കേട്ടാ. എന്താ യൂക്കാലിയുടെ ഒക്കെ മണം കൊണ്ട് കുമ്മ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോ എന്ത് സന്തോഷമാണെന്നറിയാവോ. ഒരുപാട് ആൾക്കാർ ഈ ഡാം കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആളാണ് ഡാം കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഡാമൊക്കെ കണ്ട് അതിന്റെ ത്രില്ലിൽ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അടിമാലിക്ക് 1.5 കിലോമീറ്റർ മുമ്പായിട്ട് നമുക്ക് മനസ്സിലായി വലിയൊരു 8ന്റെ പണി ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അവിടെ എങ്ങും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിട്ട് എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഓടിതായി ഇവിടെ ഒരു കടയുടെ അടുത്ത് നിർത്തിയിട്ട് വണ്ടി ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ വണ്ടിയിലെ എണ്ണ മൊത്തം ഊറ്റിയെടുത്തേക്കുവാണെന്ന് കേട്ടോ. ഇനിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. പെട്രോൾ പമ്പിലെത്തന്നെ 1.5 കിലോമീറ്റർ ഉണ്ട്. അടിമാലി ടൗണിൽ എത്തിയാൽ മാത്രമേ പെട്രോൾ പമ്പ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ന്യൂട്രലിൽ ഇട്ടിട്ട് അങ്ങ് വിട്ടുകൊണ്ടിരിക്കുവാണ്. കുത്തനെയുള്ള ഇറക്കമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ.
ഭാഗ്യം എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. ഒന്നും സംഭവിക്കാതെ അവിടെ എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എല്ലാ സന്തോഷവും കെട്ടടങ്ങിപ്പോയ ഒരു നിമിഷമായിരുന്നു. ഇങ്ങനെ ഒരു ചതി ആരോടും ആരും ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെച്ചായണ്ട് ഈ അവസ്ഥ. വേറെ എവിടെയെങ്കിലും വെച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ. നമ്മളെ ഇവിടെ എങ്ങും സഹായിക്കാൻ ആരും കാണത്തില്ല. അടുത്തങ്ങ് ഒരു പെട്രോൾ പമ്പ് കാണത്തില്ല. മഴ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോട ഇങ്ങോട്ട് ഇറങ്ങും, കൂരിരുട്ടാണ്. പിന്നെ ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലുകളുണ്ട്, കൂടാതെ ക്യാമറയുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്തൊരവസ്ഥയാ. മൂന്നാർ ടോപ്പ് സ്റ്റേഷന്റെ വാതിൽക്ക് ഞങ്ങള് ഒരു ഹോട്ടലിൽ റൂം എടുത്തപ്പോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടിട്ടാണ് പോയത്. കാരണം മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും സാധാരണ പെട്രോൾ പമ്പ് കാണാറില്ല. അപ്പം അത് നമ്മള് പാടുപെടണ്ടല്ലോ എന്ന് ഓർത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷെ നമ്മൾ അവിടെ വെച്ചൊന്നും നോക്കിയില്ല. ആരും ചതിക്കത്തില്ലെന്നായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. കുറെ ദൂരെ യാത്ര പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വണ്ടിയിൽ എണ്ണ ഇല്ലെന്ന് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. മഴയായോണ്ട് കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ നമ്മളെപ്പോലും പരസ്പരം കാണാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് ആരോ ഇത് ഊറ്റിയെടുത്തിയ ഹോട്ടലിന്റെ വാതിക്കലിരുന്ന വണ്ടിയല്ലേ. നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് തുറന്ന് നോക്കിയേന്. പക്ഷെ ഇങ്ങനൊന്നും ചതിക്കും എന്നൊരു തോന്നലില്ലായിരുന്നു. അപ്പൊ നിങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്ര തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ എണ്ണയുണ്ടോ, ആരെങ്കിലും ഊറ്റിയെടുത്തോ, അല്ലെങ്കിൽ വണ്ടിക്കിട്ട് ആരെങ്കിലും പണി തന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം ഇന്ന് വരെ നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് മുമ്പ് വണ്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം കോട ഇറങ്ങും, മഴയുമാണ്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എങ്ങനെയൊക്കെയോ അവിടം വരെ പെട്രോൾ പമ്പ് വരെ എത്തണേന്നൊരു പ്രാർത്ഥനയാണ് കേട്ടോ. എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. വിഷമിക്കാത്ത ഒന്നുമില്ല. ഇത്രയ്ക്ക് നമ്മള് വിഷമിച്ചു പോയി കേട്ടോ. അപ്പം ഏകദേശം ഇപ്പൊ പെട്രോൾ പമ്പിന്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി പേടിക്കണ്ട എന്നുള്ള ഒരു തോന്നലാണ് കേട്ടോ. അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.